ഒരു ഡിന്നർ കഴിച്ചിട്ട് കീശകാരിയ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. സീ ഫുഡിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സീബാസ് BBQ കഴിക്കാനായിട്ടോ ഇന്ന് നമ്മുടെ യാത്ര. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും ചെറിയ ജീവിതമല്ലേ ഉള്ളൂ, എല്ലാം നല്ല ആസ്വദിച്ച് കഴിക്കട്ടെ. ഖത്തറിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് സീബാസ് BBQ വിത്ത് മന്തി റൈസും കേട്ടോ. ഖത്തറിലെ ഒരു രാത്രി അൽവക്ര സൂക്കിലേക്കുള്ള ഒരു യാത്രയിലാണ്. നല്ല സീബാസ് BBQ, നല്ല മന്തി റൈസും അതിൻ്റെ കൂടെ നല്ല കൂന്തൽ ഫ്രൈ ഒക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു യാത്ര പോയതാണ്. ഞങ്ങൾ പോയത് വ്യാഴാഴ്ച രാത്രി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സ്ട്രീറ്റിലൊക്കെ വാഹനം പാർക്ക് ചെയ്ത് കുറച്ചധികം നടന്നിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയത്. ഇതിലൂടെ നടക്കാൻ തന്നെ പ്രത്യേക ഒരു വൈബാട്ടോ. ഈ മണ്ണ് കൊണ്ടും മരം കൊണ്ടൊക്കെ നിർമ്മിച്ച പുരാതന അറബിക് രീതിയിലുള്ള കെട്ടിടങ്ങളും ഈ ഒരു അന്തരീക്ഷവും ഒരുപാട് രാജ്യത്തുള്ള ജനങ്ങളെ കണ്ട് നടക്കാൻ പ്രത്യേക ഒരു വൈബാട്ടോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന റെസ്റ്റോറൻറ്റ് ഖത്തറിലെ വക്രയിലുള്ള അൽസീബി BBQ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫുഡാട്ടോ. ഇവിടെ വ്യാഴാഴ്ച രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി, ഒരു രക്ഷയില്ല ഇരിക്കാൻ. ഫുൾ സീറ്റ്. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടാട്ടോ 7-8 പേർക്കുള്ള സീറ്റ് കിട്ടിയത്. നോർമൽ ദിവസങ്ങളിൽ ഇത്ര തിരക്കുണ്ടാവില്ല, വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. പിന്നെ നല്ല ഭക്ഷണം കിട്ടുന്നിടത്ത് സ്വാഭാവികമായിട്ടും നല്ല തിരക്കുണ്ടാവും. ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോയിട്ടു, അൽസീബിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഫിഷ് ഓർഡർ ആക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളിലും ഭയങ്കര തിരക്കായിരുന്നു. എല്ലാ രാജ്യത്തിൻ്റെ പതാകയും ഉണ്ട്, എല്ലാ സീറ്റും ഫുള്ളും. ഞങ്ങൾ 7 സീബാസും 3 കൂന്തൽ ഫ്രൈയും ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഫിഷൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ആക്കി പുറത്ത് വന്നിട്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടോ. ഇനി ഭക്ഷണം വരാനുള്ള കാത്തിരിപ്പിലാണ്. മലയാളികൾക്ക് പിന്നെ തീരെ ക്ഷമയില്ലല്ലോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. മയോണൈസും ചട്നിയും പിന്നെ കുറച്ച് സലാഡുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. സലാഡൊക്കെ കഴിച്ചതിന് ശേഷം കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ടോ. ഈ പ്രവാസികളുടെ ജീവിതം വല്ലാത്തൊരു ലൈഫാട്ടോ. ഈ വ്യാഴാഴ്ച വരെ നല്ല പണിയെടുത്തതിന് ശേഷം വെള്ളിയാഴ്ച ലീവ് ആയതുകൊണ്ട് വ്യാഴാഴ്ച ഫുൾ എൻജോയ്മെൻ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ. അപ്പോൾ അവരേതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ ഓർഡർ ആക്കി കുറേ നേരം സംസാരിച്ചിരിക്കട്ടോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ കൊതിയോടെ കാത്തിരുന്ന സീബാസ് BBQ, മന്തി റൈസും കൂന്തൽ ഫ്രൈയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അൽവക്രയിൽ ഒരുപാട് ഫിഷ് BBQ കിട്ടുന്ന സ്പോട്ടുകളുണ്ട്. പക്ഷെ അൽസീബിലെ BBQ അത് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റുള്ള BBQ ആണ്. ഖത്തറിലുള്ളവർ എന്തായാലും വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഫുഡൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി കൊടുത്ത് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. ആ സീബാസിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വലിയ കഷ്ണം എടുത്തിട്ട് ആ മന്തി റൈസ് നോക്കിയിട്ട് കഴിക്കണം. ആ ഒരു രക്ഷയില്ല, ഫസ്റ്റ് ട്രൈ സ്പോട്ടാണേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ അൽവക്ര ബീച്ചിലേക്കുള്ള നടത്തത്തിലാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും ഉണ്ട്, ഫിഷ് മാർക്കറ്റൊക്കെ വരുന്നത്. ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ശാന്തമായിട്ടുള്ള ബീച്ച്. അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.